എന്ത് രസമല്ലേ ഈ വ്യൂ കാണാനായിട്ട്. ഇതിൻ്റെ ഫ്ലാറ്റിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ ഈ വ്യൂ ഒക്കെ കണ്ടിരിക്കാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ വെൽക്കം ടു വാൻറ്റൻറ്റയ്ക്ക്. നമുക്കൊരു ഗെറ്റ് റെഡി വരുന്ന വീഡിയോ ആയാലോ. അങ്ങനെ ആദ്യ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എപ്പോഴേലും ഒരു പൊടിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ സ്കിൻ പ്രിപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ബ്രോണിൻ്റെ മിനി ഫേഷ്യൽ ഹെയർ റിമൂവറാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആ ഒരു ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫേഷ്യൽ ഹെയർക്ക് കുറച്ചുകൂടെ വിസിബിളായിട്ട് നമുക്കത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ജസ്റ്റ് ഒരു റിവ്യൂ ആണ്. ഇതിന് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അത് കഴിഞ്ഞ് ഞാനൊരു വെറ്റ് ക്ലോത്ത് ഇട്ടിട്ട് ഫേസ് വൈപ്പ് ചെയ്യും നല്ലോണം. വാഷ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് വൈപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗോ ടു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് സ്കിന്നിൽ. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ എൻ്റെ മേക്കപ്പിൻ്റെ ബേസായിട്ടും അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഈവൻ ഇഫ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ടൈമാണെങ്കിലും ഞാൻ ബേസായിട്ട് എപ്പോഴും ഈ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ ഈസ് മസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു കേക്കി ടെക്സ്ചർ ആയിരിക്കും. പിന്നെ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സൺസ്ക്രീനാണ്. ഇത് പ്ലമ്മിൻ്റെ നൈസിനമൈഡ് ഹൈബ്രിഡ് സൺസ്ക്രീനാണ്. ഇത് നമുക്ക് ഒരു ഡ്യൂയി ഫിനിഷ് തരും. അതായത് അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിനൊരു ചെറിയ ഗ്ലോ കിട്ടും. പിന്നെ ഞാൻ ഒരു ലെയർ ഓഫ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഫൗണ്ടേഷനും സൺസ്ക്രീനായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ ഓൾവേസ് ഒരു ഫസ്റ്റ് ലെയർ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുള്ളൂ. അതാണ് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. അത് കറക്റ്റാണോ എന്നൊന്നും എനിക്കറിയില്ല, ബട്ട് എനിക്കതാണ് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ സൺസ്ക്രീനൊക്കെ നല്ലോണം അപ്ലൈ ചെയ്തു, നല്ല ഈവനായിട്ട് അപ്ലൈ ചെയ്തു, നെക്കിൽ അപ്ലൈ ചെയ്തു. നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു പോർഷനാണ് നമ്മുടെ നെക്ക് ഏരിയ. കാരണം നെക്കിൽ മസ്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഫേസും നെക്കും രണ്ട് കളറിലിരിക്കും. സോ നെക്കിലും പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. സോ സൺസ്ക്രീൻ നെക്കിലും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നെക്സ്റ്റ് സാധനമാണ് ലിപ് ബാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോയുടെ SPF 30യുടെ ഈ ഒരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഫസ്റ്റ് തന്നെ ഞാൻ ഈ ലിപ് ബാം യൂസ് ചെയ്യും. ബിക്കോസ് അപ്പോഴേക്കും ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇടാൻ ടൈം ആകുമ്പോഴത്തേക്കും എൻ്റെ ലിപ്പ് കുറച്ചൊന്ന് സപ്പിളായിട്ടും കുറച്ചൊന്ന് സോഫ്റ്റായിട്ടും ഇരിക്കും. പിന്നെ നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഫൗണ്ടേഷനാണ് നൈക്കയുടെ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ അവിടെ സ്റ്റോറിൽ ചെന്നിട്ട് എൻ്റെ ഫേസ് അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്നത് അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ച ഫൗണ്ടേഷനാണ്. അങ്ങനെ ഞാൻ കുറച്ച് സൺസ്ക്രീനും കുറച്ച് ഫൗണ്ടേഷനും കയ്യിലെടുത്തു. ഇങ്ങനെ അതിൻ്റെ രണ്ടിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം സെയിം ആയതുകൊണ്ട് തന്നെ നല്ലോണം അത് മിക്സ് ചെയ്ത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാണ്. ഓൾറെഡി ഒരു ലെയർ ഓഫ് സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് സൺസ്ക്രീനേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ സ്പഞ്ച് യൂസ് ചെയ്യുന്നത് എനിക്ക് അത്ര ഒരു കംഫർട്ടബിൾ അല്ല. ഞാൻ കൈവച്ച് തന്നെ മാക്സിമം അപ്ലൈ ചെയ്യുന്നത്, ബ്ലെൻഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇൻസൈറ്റിൻ്റെ ഈ ഒരു ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ബ്ലഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈവൻ ഫൗണ്ടേഷനൊന്നും ഇട്ടില്ലെങ്കിലും ജസ്റ്റ് സൺസ്ക്രീൻ്റെ കൂടെ ആണെങ്കിൽ ഞാൻ ഈ ബ്ലഷ് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ബ്ലഷ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് നൈക്കയുടെ കോമ്പാക്റ്റാണ്. ഞാൻ ഈ ഫൗണ്ടേഷനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ബ്ലഷൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഈ കോമ്പാക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. സോ ഇപ്പോൾ ഇത് കാണുമ്പോൾ ജസ്റ്റ് ഭയങ്കര ഒരു ഓവർ അല്ലെങ്കിൽ ഒരു പുട്ടിട്ട ഫീൽ ഉണ്ടെങ്കിലും പേടിക്കണ്ട. ഞാൻ കുറച്ച് കഴിയുമ്പോൾ എല്ലാം വൈപ്പ് ഔട്ട് ചെയ്യും. കാരണം എനിക്ക് ഒരു ഓവർ മേക്കപ്പ് ലുക്ക് എനിക്ക് ഇഷ്ടമല്ല പൊതുവെ. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഒരു കോട്ടൺ പാഡ് വെച്ച് ലാസ്റ്റ് ഇതെല്ലാം വൈപ്പ് ചെയ്ത് ഒരു ഈവൻ എനിക്ക് വേണ്ട അത്രയും വെച്ചിട്ട് ഞാൻ ബാക്കിയെല്ലാം ഞാൻ വൈപ്പ് ഔട്ട് ചെയ്യും. എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന അത്രയും ലെവലിൽ വെച്ചിട്ട് ഞാൻ ബാക്കിയെല്ലാം വൈപ്പ് ചെയ്യും. ഇത് ഞാൻ കോമ്പാക്റ്റ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വൈപ്പ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതെന്ന്. ബട്ട് ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നത് ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ നമ്മളൊരു പോയിന്റിൽ നമുക്ക് ഫീൽ ചെയ്യും, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ബാക്കിയെല്ലാം ഞാൻ ജസ്റ്റ് അങ്ങ് വൈപ്പ് ചെയ്ത് കളയും. വൈപ്പ് ചെയ്ത് കളയുന്നതെന്ന് വെച്ചാൽ നോട്ട് എവറിത്തിങ്, ബട്ട് ആവശ്യമുള്ളത് വെച്ചിട്ട് ബാക്കി വൈപ്പ് ചെയ്യും. ഇപ്പോൾ നല്ലോണം അറിയുന്നുണ്ട്. പിന്നെ ആ ഒരു ലൈറ്റിൻ്റെ പുറത്ത് നല്ല സൺലൈറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു എഫക്റ്റാണ് നിങ്ങൾക്ക് നല്ലോണം അറിയാത്തത്.
പിന്നെ ഞാൻ കൈവച്ച് തന്നെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോട്ടൺ പാഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇത് ഫൈനാണ്. അപ്പോൾ നമുക്ക് നിർത്താം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കാജൽ ഒഴിച്ചു കൂടാത്തൊരു കാര്യമാണ് എനിക്ക്. ചുമ്മാ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഞാൻ കാജൽ യൂസ് ചെയ്യും. കാരണം കാജൽ ഇട്ടില്ലെങ്കിൽ ഒരുമാതിരി ഉറക്കം തോന്നി, അല്ലെങ്കിൽ വേറെ തന്നെ ഒരു ഫേസാണ്. സോ എനിക്ക് കാജൽ ഇട്ട് കഴിയുമ്പോൾ ഒരു ബ്രൈറ്റ് അല്ലെങ്കിൽ എന്തോ ഒരു സംതിങ് ഒരു ചേഞ്ച് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ഐ ഓൾവേസ് യൂസ് കാജൽ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് എന്ത് മേക്കപ്പ് അല്ലേ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്. ഇത് ആക്ച്വലി ലിപ്സ്റ്റിക്ക് അല്ല, ഇതൊരു ലിപ് മോസ് എന്ന് പറയാം. ഇത് നമ്മുടെ നൈക്കിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ്. ഞാൻ ആക്ച്വലി ഗ്യൂമി മോക്കയുടെ ഷെയ്ഡിന് ലൈക്ക് അടുത്ത് നിൽക്കുന്നൊരു ഷെയ്ഡ് തപ്പി നൈക്കയിൽ പോയപ്പോൾ അവരെനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു ഷെയ്ഡാണിത്. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് സിനമൺസ് വേൾഡ് എന്നാണ്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എന്തായാലും കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തല്ലേ, ഇനി കുറച്ച് ഷോ ആവാം. ഈ ബാൽക്കണിയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്. ഗ്രീനറി ഒക്കെ ഇങ്ങനെ കണ്ട് നിൽക്കുമ്പോൾ കുറേ ടൈം അങ്ങ് പോകും, സമയം പോകുന്നതേ അറിയില്ല. പിന്നെ പെട്ടെന്ന് റെഡിയൊക്കെ ആയി താഴെ വന്ന് ലോഞ്ചിലിരിക്കുകയാണ്. ഇതൊരു ഫ്രണ്ട് തന്നെ പിക്ക് ചെയ്യാൻ വരും. സോ ഗേറ്റിൻ്റെ അവിടെ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് അങ്ങോട്ട് പോവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട് മീനാക്ഷി. സോ ഞാൻ അവളുടെ കൂടെയാണ് ഓഫീസിൽ പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഓഫീസിലെത്തി. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ വർക്കൊക്കെ കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.